ഈസ്റ്റ് റുദർഫോർഡിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിന് 82,000 മനുഷ്യരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. നാളെ ബ്രസീൽ ആ മൈതാനത്ത് വിശ്വവേദികളെ തങ്ങളുടെ ആദ്യ പോരിനിറങ്ങുമ്പോൾ ഗ്യാലറിയിൽ അവർക്കായി ആർത്തു വിളിക്കാൻ എത്ര മനുഷ്യരുണ്ടാകും? ലോകത്തെല്ലാ രാജ്യങ്ങളിലും ബ്യൂട്ടിഫുൾ ഗെയിമിനെ നെഞ്ചേറ്റിയ മനുഷ്യരുണ്ടായിരുന്നു. കാനറിപ്പട പന്തു തട്ടാനെത്താത്ത ഒരു ലോകം നാളിതുവരെ ഫുട്ബോൾ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. എല്ലാ കാലത്തും കിരീട സാധ്യതകളിൽ അവർക്ക് പലരും മേൽക്കൈ കൽപ്പിച്ച് നൽകി. ടൂർണമെന്റ് ചിത്രം തെളിയുമ്പോൾ ഹോട്ട് ഫേവറേറ്റുകളുടെ ലിസ്റ്റിൽ അവർ ആദ്യം തന്നെ ഇടം പിടിച്ചു. 2002 നിന്ന് 26 നീട്ടിയെറിയുന്ന ഓർമ്മകളുടെ ഒരു കയർ. യൊക്കോഹാമ സ്റ്റേഡിയത്തിലെ ഗോൾ പോസ്റ്റുകളിൽ ഒന്നിൽ ചാരി ഒലിവർ ഗാൻ നിലത്തിരുന്നു. റൊണാൾഡോ നസാരിയോ ഗ്യാലറിക്ക് മുന്നിലേക്ക് ഭ്രാന്തമായി ഓടി. കഫു ആ കിരീടവും ചൂടി വിശ്വത്തിന്റെ നിറകയിൽ കയറുന്നു. ഇനി ആ ലോകകപ്പിന് തൊട്ടു മുമ്പുള്ള ബ്രസീലിനെ കുറിച്ച് പറയാം. അന്നവർ ആ ടൂർണമെന്റിലെ ഫേവറേറ്റുകളൊന്നും ആയിരുന്നില്ല. ക്വാളിഫയറുകളിൽ കളിച്ച 18-ൽ 6 തോറ്റു, 3 സമനിലകൾ, 9 ജയം. വൻകരയിൽ നിന്ന് 3-ാം സ്ഥാനക്കാരായി കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ് അവർ അന്ന് ലോകവേദിയിലേക്ക് ടിക്കറ്റ് എടുക്കുന്നത്. പിന്നെ സ്കൊളാരിയുടെ രംഗപ്രവേശം. ലോകകപ്പ് കളിക്കാൻ പോലും ആകില്ലേ എന്ന് ഒരു വേള സംശയിച്ചെടുത്ത് നിന്ന് വിശ്വവേദിയിൽ കളിച്ച 7 മത്സരങ്ങളിൽ ജയിച്ച് കിരീടം പടിഞ്ഞ ബ്രസീൽ. പരിക്ക് വിടാതെ വേട്ടയാടിയ തന്നെ ടീമിലെടുത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യർക്ക് മുന്നിൽ ടോപ്പ് സ്കോറർ പുരസ്കാരവുമായി പോഡിയത്തിൽ കയറുന്ന റൊണാൾഡോ നസാരിയോ ആ പ്രതികാര കഥകളുടെ അവസാന പേജും എഴുതി പൂർത്തിയാക്കി കാനറിപ്പട നാട്ടിലേക്കന്ന് വിമാനം കയറി. ഇതാ ഒരിക്കൽ കൂടി ഹോട്ട് ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കാതെ ബ്രസീൽ ലോകവേദിയിൽ പോരിനിറങ്ങുന്നു. അതും ലോകകപ്പ് ക്വാളിഫയറുകളുടെ ചരിത്രത്തിൽ തന്നെ തങ്ങളുടെ ഏറ്റവും മോശം ക്യാമ്പയിന് ശേഷം. വൻകരയിൽ നിന്ന് ഫിനിഷ് ചെയ്തത് 5-ാം സ്ഥാനക്കാരായാണ്. പരിശീലകർ മാറി എത്തി. ഒടുക്കം ഡോൺ കാർലോയും. സ്കൊളാരിയുടെ നിയോഗം പോലെ അയാൾക്കും ബ്രസീലിനെ വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയിലാണ്, പ്രാർത്ഥനയിലാണ് ആരാധകർ. നെയ്മറിന്റെ ഫിറ്റ്നസ് സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. വെസ്ലി ഇതിനോടകം തിരിച്ച് നാട്ടിലേക്ക് വണ്ടി കയറി കഴിഞ്ഞു. പ്രതീക്ഷകളുടെ തുരുത്തുകൾ ഓരോന്നായി അടഞ്ഞുകൊണ്ടിരിക്കുകയാണോ, അതോ ചരിത്രത്തിൽ സമാനതകളേറെയുള്ള 2002 ആവർത്തിക്കുന്നു? മൊറോക്കോയാണ് ബ്രസീലിന്റെ ആദ്യ എതിരാളികൾ. ഖത്തർ ലോകകപ്പിൽ അത്ഭുതങ്ങളുടെ ഒരു കുടം തുറന്നു വിട്ടതുപോലെ വാൽദ്രഗുയും സംഘവും നടത്തിയ അതിശയ കുതിപ്പുകൾ. ബ്രസൽസ് നഗരത്തിന് തീപിടിച്ച ആ രാവോർമ്മയില്ലേ? മൊറോക്കോയോട് തോറ്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായ ബെൽജിയത്തിനെതിരെ രാജ്യത്തിലെ മഹാനഗരങ്ങളിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറി. ആ സമയത്ത് റബാത്ത് നഗരം ആഘോഷരാവുകളിലായിരുന്നു. മൊറോക്കോയുടെ പതാകയേന്തിയ മനുഷ്യർ തെരുവുകളിൽ റോന്തു ചുറ്റി. അത്ഭുതങ്ങൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. റൗണ്ട് ഓഫ് 16-ൽ സ്പാനിഷ് അർമാഡ നിലംപൊത്തി. ക്വാർട്ടറിൽ അവർ CR7 കണ്ണീര് വീഴ്ത്തി. ഒടുക്കം സെമിയിൽ ഫ്രാൻസിന് മുന്നിലാണ് ആ പടയോട്ടം അവസാനിച്ചത്. ആഫ്രിക്കൻ ഫുട്ബോളിൽ വലിയ മേൽവിലാസങ്ങളുള്ള സെനഗലിനും ഘാനക്കും ഐവറി കോസ്റ്റിനുമൊന്നും തൊടാനാവാത്തൊരു വലിയ നേട്ടം. ലോകവേദിയിൽ സെമി ടിക്കറ്റ് എടുക്കുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമായി മൊറോക്കോ. ലോകവേദിയിൽ ഒരു ആഫ്രിക്കൻ രാജ്യത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം. വിജയാഘോഷങ്ങളിൽ ഫലസ്തീൻ പതാകയേന്തി നിന്ന മൊറോക്കോ ഖത്തറിൽ മനോഹരമായി തങ്ങളുടെ രാഷ്ട്രീയം കൂടെ പറഞ്ഞു. തോൽവികൾ അറിയാതെ 32 മത്സരങ്ങൾ. 2024 മുതൽ 2 വർഷക്കാലമായി മൊറോക്കൻ ഫുട്ബോൾ ടീം മൈതാനങ്ങളിൽ തങ്ങളുടെ അൺബീറ്റൻ റൺ തുടരുകയാണ്. ആകെ തോറ്റത് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഫൈനലിലാണ്. എന്നാൽ സെനഗലിന്റെ ഇറങ്ങിപ്പോക്കും വിവാദങ്ങളും ഏറെ നാടകീയതകൾക്കൊടുവിൽ മാസങ്ങൾക്കിപ്പുറം മൊറോക്കോയുടെ കയ്യിൽ തന്നെ കിരീടമെത്തിച്ചു. ലോകകപ്പ് ക്വാളിഫയറിൽ കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ചു അവർ. 24 ഗോളുകളാണ് ആ ക്യാമ്പയിനിൽ അടിച്ചുകൂട്ടിയത്. വഴങ്ങിയത് ആകെ 3 ഗോളുകൾ. ഖത്തർ ലോകകപ്പിൽ ടീമിന്റെ പടയോട്ടങ്ങൾക്ക് ചരട് വലിച്ച പരിശീലകൻ റഗ്രഗുയി അല്ല ഇപ്പോൾ മൊറോക്കൻ ടീമിന്റെ തലപ്പത്ത്. മുഹമ്മദ് ഔഹാബി. പോയ വർഷം മൊറോക്കോക്ക് അണ്ടർ-20 ലോകകപ്പ് സമ്മാനിച്ച പരിശീലകൻ. യാസിൻ ബോനോ കാക്കുന്ന ഗോൾവല. ഒപ്പം ഒരു ഓർഗനൈസ്ഡ് ഡിഫൻസീവ് ലൈൻ. മൊറോക്കോയുടെ കോട്ട പൊളിക്കൽ അത്ര എളുപ്പമല്ല. റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് അഷ്റഫ് ഹക്കീമി തുടക്കം കുറിക്കുന്ന ആക്രമണങ്ങൾ. ബ്രഹീം ഡിയാസിന്റെയും അയ്യൂബുൽ കാബിയുടെയും വേഗപ്പാച്ചലുകൾ. അമ്രബാത്ത്, ഔനാഹി, എൽക്കാനുസ് ട്രയോ അണിനിരക്കുന്ന മിഡ്. യൂറോപ്പിലെ പല വമ്പൻ ക്ലബ്ബുകളുടെയും റഡാറിലുള്ള യങ് മിഡ്ഫീൽഡർ അയ്യൂബ് ബോവാദ്യയെ കരുതിയിരിക്കണം എന്ന് ഫുട്ബോൾ പണ്ഡിറ്റുകൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. കൗണ്ടർ അറ്റാക്കുകൾ കൊണ്ട് കളം പിടിക്കുന്ന മൊറോക്കോക്ക് മുന്നിൽ പ്രതിരോധം ആടികുലഞ്ഞാൽ മഹാദുരന്തങ്ങൾ പലതും ആവർത്തിക്കും. ഗബ്രിയലും മാക്കിഞ്ഞോസും നെടുന്തൂണുകളായ ബ്രസീലിയൻ ബാക്ക് ലൈനിലാണ് ആരാധകരുടെ പ്രതീക്ഷകൾ മുഴുവൻ. അതേസമയം വിംഗ് ബാക്കുകളെ എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയില്ല. വെസ്ലി പോയതോടെ ഡാൻലോയെ തന്റെ റൈറ്റിൽ ആശ്രയിക്കേണ്ടി വരും കാർലോക്ക്. പകരക്കാരനായി എത്തിയ എഡേഴ്സണെ എവിടെയാകും കാർലോ ഉപയോഗിക്കുക എന്ന് കണ്ടറിയണം. മിഡിലും പ്രതിസന്ധികൾ ഉറഞ്ഞുകൂടി കിടപ്പുണ്ട്. ഡോൺ കാർലോയുടെ സിസ്റ്റം ലോകവേദിയിൽ എങ്ങനെയാണ് വർക്കാകാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. മൊറോക്കോയെ വീഴ്ത്താനായാൽ ബ്രസീലിന് ഇരട്ടി ഊർജ്ജത്തിൽ തങ്ങളുടെ ക്യാമ്പയിൻ ആരംഭിക്കാം. നെയ്മർ ഇല്ലാതെയാണ് കാനറികൾ ആദ്യ പോരിനിറങ്ങുക. ലോകകപ്പിലെ ഏറ്റവും മികച്ച മുന്നേറ്റ നിരകളിൽ ഒന്നാണ് ബ്രസീലിൻ്റേത്.
വിനീഷ്യസും റഫീനിയും ഇരുവിങ്ങുകളിലൂടെ നടത്തുന്ന മുന്നേറ്റങ്ങൾക്ക് മൊറോക്കോ എങ്ങനെയാണ് തടകണിടാൻ പോകുന്നത് എന്ന് കണ്ടറിയണം. വിനീഷ്യസ് ഹക്കീമി ബാറ്റിൽ കാണാനാകും ആരാധകർ കാത്തിരിക്കുന്നത്. സൗഹൃദ മത്സരത്തിൽ പകരക്കാരൻ്റെ റോളിലെത്തി സ്കോർ ചെയ്ത എൻട്രിക് ഇപ്പോൾ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന പേരുകളിൽ ഒന്നാണ്. മത്തയൂസ് കുഞ്ഞിയുടെ ബാക്കപ്പ് ഓപ്ഷനായി തന്നെയാകും എൻട്രിക്കിനെ കാർലോ പരിഗണിക്കാൻ പോകുന്നത്. അതേസമയം താൻ ഇമ്പാക്ട് സബ് മാത്രമായി ഒതുങ്ങേണ്ടയാളല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരിക്കൽ തുറന്നു പറയുന്നുണ്ട് എൻട്രിക്. കാർലോയെ ദൈവം പെർഫെക്റ്റ് ഫസ്റ്റ് 11-ലേക്ക് ലീഡ് ചെയ്യട്ടെ എന്നായിരുന്നു അയാളുടെ പ്രതികരണം. ഏതായാലും ബ്രസീൽ മൊറോക്കോ പോര് ആരാധകരുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകും. ഡോൺ കാർലോയിലാണ് ആരാധകരുടെ മുഴുവൻ പ്രതീക്ഷയും. അയാളിൽ മാത്രമാണ്.